പെട്ടെന്നങ്ങ് നിരാശയായി പോകുന്ന നമ്മളല്ലാതായി പോകുന്ന ചില സമയങ്ങളുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ സ്നേഹം എനിക്ക് തന്നെ ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് അത് മറ്റൊരാൾ വന്നങ്ങ് തട്ടിയെടുത്തു കൊണ്ടുപോകുമ്പോഴും, നമുക്ക് യാത്രയ്ക്കായി കരുതി വച്ചിരുന്ന വാഹനം നമ്മളെ കൂട്ടാതെ ആ വാഹനം നമുക്ക് മുമ്പങ്ങ് പോകുമ്പോഴും, ഇനി വിവാഹ സ്ഥലത്തൊക്കെ ആണെങ്കിൽ വലിയ തിക്കും തിരക്കുമുള്ള സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടി ആ തിരക്കിനിടയിൽ നുഴഞ്ഞു കയറി വാതിലിനടുത്തെത്തുമ്പോൾ ഡോറങ്ങ് ക്ലോസ് ചെയ്യപ്പെടുന്നതും, ഇനി അഥവാ ആ തിരക്കിനകത്ത് പെട്ട് അങ്ങ് ഉള്ളിൽ ചെന്നതിന് ശേഷം ഇരിക്കാൻ സീറ്റ് കിട്ടാതെ അപ്പുറത്തെ വാതിലൂടെ തിരിച്ചിറങ്ങി വരുന്നൊരു സമയമുണ്ടല്ലോ. അവിടെ കാത്തു നിന്ന മറ്റുള്ളവരെയൊക്കെ നോക്കി അനങ്ങാതെ ഒരു പാട്ടും പാടി പോകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു വല്ലാത്ത നിരാശയുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മൾ തന്നെ അങ്ങ് ഇല്ലാതായി പോയി എന്ന് തോന്നിപ്പോകും. എല്ലാ കാര്യങ്ങൾക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചില കാര്യങ്ങളൊക്കെ നടക്കാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. വീണ്ടും അടുത്ത പന്തിയിൽ കയറിയാൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം ലഭിച്ചേക്കാം. പക്ഷെ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടും, എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഭാഗ്യക്കേട് കൊണ്ട് നമുക്ക് ലഭിക്കാതിരിക്കുന്നതും ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വല്ലാത്ത നിരാശയുണ്ടാക്കും.